സുഹൃത്തുക്കളെ, ആളുകളെ നമ്മുടെ ഇലക്ഷൻ ടൈമിൽ പറഞ്ഞു പറ്റിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. ഞങ്ങളോടൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ സാധിക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഭരണമേറ്റെടുത്തതിന്റെ അന്നു രാത്രി തന്നെ ഞങ്ങൾ ആദ്യമായി ആരംഭിച്ച ചർച്ച ഈ കോർപ്പറേഷനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം കൊടുക്കുവാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. സ്ത്രീ ആവാസ് യോജനയിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതിലപ്പുറം ഒരു രൂപയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും സ്വപ്നവും ആർക്കും വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ വഴി കൂടെ പല പാവപ്പെട്ടവർക്കും വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ജയിച്ചിട്ട് മേയറായ പിന്നെ പച്ചയ്ക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തരുന്ന വീടുകൾ മാത്രം, അതിൻ്റെ എത്ര ക്യാഷ് ഉണ്ടോ അത് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഒരു വഴി കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പിന്നൊരു വഴി കൂടെ ഇവരുടെ ഒരു നേതാവായി, അതായത് ഒരു സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തി അഖിൽമാരാറ് പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോയിട്ട് ഇവർക്ക് വീടില്ല, ഇവർക്ക് വീട് ശരിയായി കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഇവർ വിചാരിച്ചാൽ ആ പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് വാങ്ങിക്കൊടുത്തൂടെ? ഇവരനല്ലേ ഭരിക്കുന്നത് കേന്ദ്രത്തിൽ. എന്താണ് ഇവരുടെ പൊളിറ്റിക്കൽ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല കേട്ടാ. ഇവർ പലപ്പോഴും പാവപ്പെട്ട ഹിന്ദുക്കളെ നോക്കൂ, പാവപ്പെട്ട ഹിന്ദുവിന് അപകടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, ആരും സഹായിക്കുന്നില്ല എന്ന്. അപ്പം ഇവർ ഈ എടുത്തു കാണിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഇത് ഞങ്ങൾ ചെയ്തു എന്ന് വന്ന് കാണിക്കുന്നില്ല. അതാണ് എനിക്കിവിടെ മനസ്സിലാകാത്തത്. ഇവര് ഇത്ര ദിവസം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ആകെ അട്ടിമുട്ടി ഞങ്ങൾ മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഇപ്പം ഈ മേയർ പറയുന്നത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടെ പരിധിയിൽപ്പെടുന്നതേയല്ല. കുടിവെള്ളം, കറണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ എവിടെ ബില്ലടയ്ക്കുന്നോ അവിടെ പോയി അടച്ചോളൂ. പിന്നെ തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നതല്ല കേട്ടോ, വീഡിയോ വരുന്നതാണ്, വാർത്തകൾ വരുന്നതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൂക്ക് പൊത്തി നടക്കാൻ വഴിയില്ല എന്നാണ്. കാരണം അത്രമാത്രം മാലിന്യങ്ങളാണ് തിരുവനന്തപുരം നഗരം മൊത്തം. ഇപ്പോൾ ഒരു തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ല ഇവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ കേരളം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേരളം മൊത്തം മാറാത്തത് മാറേണ്ടി വരുമല്ലോ. സത്യം പറഞ്ഞാൽ അതല്ലേ. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇവര് ഭരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മനുഷ്യനാണെങ്കിൽ നാവിലൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. പച്ചയ്ക്ക് വന്ന് ആളുകളിങ്ങനെ പറ്റിക്കരുത്. അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം പറയാം. ഇതുപോലും സപ്പോർട്ട് ചെയ്തിട്ട് ന്യായീകരിച്ചിട്ട് വീണ്ടും വരുന്ന കുറേ മണ്ടന്മാരായ വ്യക്തികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും ഉണ്ട്. വളരെ എനിക്ക് വിഷമം തോന്നുകയാണ്. ഇനി ഇതിനെ എന്ത് ചെയ്യുന്ന ഇവര് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇത്ര കാലം ഭരിച്ചല്ലേ എന്ത് ചെയ്തു? പിണറായി വിജയൻ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ജെമിനിയോട് ചോദിച്ചു നോക്ക്. എത്ര പാവപ്പെട്ടവർക്ക് ഇഷ്ടം പോലെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീട് കിട്ടുന്ന വ്യക്തികൾ പല ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് വേറെ ആളുകൾക്ക് വാടക കൊടുത്ത് ജീവിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കാരണവന്മാർ പണിക്ക് പോകാതെ കള്ളും കുടിച്ച് നടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? കേരള സർക്കാരിന് ഒരു പരിധിയില്ല. ലൈഫ് മിഷനിലൂടെ എത്ര വീട് വെച്ച് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ആളുകൾക്കാണ്. അത് മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ 10 വർഷത്തിനകത്ത് പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ മൂന്നാമത്തെ ഭരണം വരുമോ ഇല്ലയോ അത് പിന്നത്തെ വിഷയം. പക്ഷെ അയാൾ നല്ല രീതിയിൽ ഭരിച്ചു, അതിന് ഒരു മാറ്റമില്ല. ആര് എന്ത് പറഞ്ഞാലും വിഷയമല്ല. ഇവിടെ നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മൾ വ്യക്തിയുടെ ഭരണമാണ് പറയുന്നത്. അതിപ്പോൾ പിണറായി പല ആളുകൾക്കും ഭൂമി, ഇപ്പോൾ VS ഉള്ള കാലത്ത് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരുപാട് പാവപ്പെട്ടവർക്ക് ഭൂമി വധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതെല്ലാം മറന്ന് നന്ദിയില്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ വന്നിട്ട് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് 700 കോടി തരാം, 1000 കോടി തരാം, പാസ്സാക്കി തരാം, മറ്റത് മറിച്ച് തരാൻ പറഞ്ഞിട്ട് വർഗീയം പറയുമ്പോൾ അതിലേക്ക് തിരിഞ്ഞിട്ട് പിണറായിനെയും കുറ്റം പറഞ്ഞ് നന്ദിയില്ലാതെ കാണിക്കുന്നത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് മറ്റേ MM മണി പറഞ്ഞത് നന്ദിയില്ലാതെ. അയാൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ അയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി അതും കൈപ്പറ്റിക്കൊണ്ട് വർഗീയതയുടെ പേരിൽ മാത്രം ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് പോവുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരെന്ത് തേങ്ങയാണ് നിങ്ങൾക്ക് ചെയ്തത്? എന്നാൽ ഇവർ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരട്ടെ. ഇപ്പോൾ എന്താ പറയുന്നത്, ഇവർ കേന്ദ്രത്തിൽ നിന്നൊന്നും തരില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശോഭ ചേച്ചി 700 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്, പാലക്കാട് ചേച്ചിയാ. ജയിച്ചിട്ട് പിന്നീട് എന്ത് പറയുന്നറിയോ? 700 കോടി ഉണ്ടാവില്ല, 70 കോടിയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കേന്ദ്രം എന്ത് ആനുകൂല്യം തരും അത് എല്ലാ സംസ്ഥാനത്തിലും കൊടുക്കും, നിങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയാം. എന്നാലും പൊങ്കാലയിടണ്ട. നിങ്ങൾ അങ്ങനെ പൊങ്കാലയിടണമെങ്കിൽ നിങ്ങൾക്ക് തലക്കകത്ത് ഒന്നും ഇല്ലാതെ ഉള്ളൂ.